ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് ഭരണത്തിന് കീഴിൽ കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. ഇനി മുതൽ അവിടെ നിന്നും ഒരു ഉൽപ്പന്നം പോലും ഇന്ത്യൻ മണ്ണിലേക്ക് കയറ്റുമതി ചെയ്യരുതെന്നാണ് മോദിയുടെ അന്ത്യശാസനം. ചൈനയോടും പാകിസ്ഥാനോടും കൂടുതൽ അടുക്കുമെന്ന് ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് പലകുറി നടത്തിയിട്ട് പോലും അതിനെ ഒന്നും മാനിക്കാതെയാണ് ചൈനയോട് ചങ്ങാത്തം കൂടാൻ യൂനസ് ഇറങ്ങി പുറപ്പെട്ടത്. ഇതോടുകൂടി വമ്പൻ തിരിച്ചടിയാണ് ഇടക്കാല സർക്കാരിന് ലഭിക്കുന്നത്. ഇതോടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കരമാർഗം ചണ ഉൽപ്പന്നങ്ങളും മറ്റും കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരെ കർശനമായ വ്യാപാര നിയന്ത്രണമാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചണ ഉൽപ്പന്നങ്ങൾക്കും നെയ്ത്ത് തുണിത്തരങ്ങൾക്കും ഇനി കർശന അല്ലെങ്കിൽ കരമാർഗത്തിലൂടെ ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് ചൈന സന്ദർശന വേളയിൽ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലായിരുന്നു ഈ നടപടി സ്വീകരിച്ചത്. ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ പുതിയ നിർദ്ദേശപ്രകാരം മഹാരാഷ്ട്രയിലെ തുറമുഖം വഴി മാത്രമേ ഇനി ഇറക്കുമതി അനുവദിക്കൂ എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചണ ഉൽപ്പന്നങ്ങൾ, ചണ ടോവ് ആൻഡ് സ്റ്റേവ്, ചണ മറ്റ് ബാസ്റ്റ്, നാരുകൾ, ചണ ഒറ്റ ചണ നൂൽ, ചണത്തിന്റെ ഒറ്റ നൂൽ, ഒന്നിലധികം തവണ മടക്കി നെയ്ത തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ഫ്ലെക്സ്, ചണത്തിന്റെ ബ്ലീച്ച് ചെയ്യാത്ത നെയ് തുണിത്തരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നിർദ്ദിഷ്ട സാധനങ്ങൾക്കായുള്ള എല്ലാ കര അതിർത്തി ക്രോസിങ്ങുകളും അടുത്ത് അല്ലെങ്കിൽ അത് വയ്ക്കുന്നത് അതിർത്തി കടക്കാനുള്ള വ്യാപാരത്തിന് തടസ്സമായേക്കും. ഇന്ത്യ വഴി നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും കടക്കുന്ന ബംഗ്ലാദേശി സാധനങ്ങൾക്ക് അത്തരം തുറമുഖ നിയന്ത്രണങ്ങൾ ബാധകമല്ല. ബംഗ്ലാദേശിന്മേൽ ഇന്ത്യ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് ഇത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇറക്കുമതിയിൽ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഇന്ത്യ വഴി ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യവും ഇന്ത്യൻ സർക്കാർ നിരോധിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കര തുറമുഖങ്ങൾ വഴി റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, സംസ്കരിച്ച ഭക്ഷണം, കോട്ടൺ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, അതുപോലെ തടി, ഫർണിച്ചറുകൾ എന്നിവ ഉൾപ്പെടെ തന്നെ ഇറക്കുമതി ചെയ്യുന്നത് മോദി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനും ചൈനയുമായി ബംഗ്ലാദേശ് ഇടക്കാല തലവൻ മുഹമ്മദ് യൂനസ് കൂടിക്കാഴ്ച നടത്തിയ തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ബംഗ്ലാദേശ് സർക്കാർ തന്നെ രംഗത്ത് വന്നതും. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ത്രിരാഷ്ട്ര സഖ്യം ഉയർന്നു വരുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വന്നതും. ഇതാണ് അവർ അപ്പാടെ നിഷേധിച്ചതും. മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കുമിങ്ങിൽ നടന്ന ചൈന ദക്ഷിണേഷ്യ എക്സ്പോസിഷൻ, ചൈന ദക്ഷിണേഷ്യ സഹകരണ ഫോറം എന്നീ 2 ചൈനീസ് സ്പോൺസർ പ്രാദേശിക പരിപാടികളുടെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒരു ഔപചാരിക ത്രിരാഷ്ട്ര യോഗം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിനിടയിലായിരുന്നു വിശദീകരണവുമായി ബംഗ്ലാദേശ് തന്നെ രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.